എൻ്റെ പേര് രഞ്ജിത്ത്. ഈ വീട് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഇടമൺ ആയിരനെല്ലൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പം വന്നപ്പോൾ തന്നെ നമുക്ക് ഇൻറ്റീരിയർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീടായിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന വീടായിരിക്കണം നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പം അതിനേക്ക് നമ്മൾ യൂട്യൂബിൽ കുറേ ഇൻറ്റീരിയർ ടീമിനെ സെർച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ ഇൻറ്റീരിയർ ടീമിനെ സെർച്ച് ചെയ്തതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു 10 ടീമിനെ നമ്മൾ തിരഞ്ഞെടുത്തു. അപ്പോൾ 10 ടീമിനെ തിരഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് പിന്നീടും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു 5 പേരിലേക്ക് ഞങ്ങൾ ചുരുങ്ങി. ഈ 5 ടീമിൽ നിന്ന് ഞങ്ങൾ കൊട്ടേഷൻ എടുത്തു. അപ്പം നമ്മുടെ പ്ലാനൊക്കെ അയച്ചു കൊടുത്തിട്ട് ആ കൊട്ടേഷൻ എടുത്തതിൽ ഓക്കെ എന്ന് തോന്നിയത് കൊട്ടേഷനും പിന്നെ ചെയ്ത വർക്കുകളും ഒക്കെ കുറച്ച് ബെറ്ററായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അഗാക്കിനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അഗാക്കിലേക്ക് മാത്രമായിട്ട് മാറുന്നത്. പിന്നീട് അഗാക്കിൻ്റെ ആദ്യകാലം തൊട്ടേ നമുക്ക് ഫസ്റ്റ് വന്നത് മനോജ് സാറായിരുന്നു. മനോജ് സാറ് ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു. അത് ഫൗണ്ടേഷൻ ലെവലിലായിരുന്നു. ആ ഫൗണ്ടേഷൻ ലെവലിൽ മനോജ് സാർ വീട്ടിൽ വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും പിന്നീട് വീടിൻ്റെ ഓരോ ലെവലിലും നമ്മൾ മനോജ് സാർ വന്ന് ഇവിടെ സൈറ്റിൽ വരികയും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പം സാറ് വന്ന് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരികയും ഇന്ന പൊസിഷൻ ഇന്ന സ്ഥാനത്തേക്ക് മാറ്റണം, ചില എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻറ്റീരിയറിനനുസരിച്ച് മാറ്റണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഒരു പേര് നമുക്ക് പറയാതെ പറ്റത്തില്ല, അർജുൻ. നമുക്ക് ഡിസൈൻ ചെയ്ത് തന്ന അർജുനാണ് ശരിക്കും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയർ എന്നാൽ ജസ്റ്റ് അത്യാവശ്യം നല്ലതായിരിക്കണം, അങ്ങനെയുള്ളൊരു ബഡ്ജറ്റിലേക്ക് വന്നപ്പോൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചത് അർജുനായിരുന്നു. ഇതിൽ തന്നെ ഒരുപാട് റീവർക്കുകൾ ചെയ്ത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആ ഒരു സങ്കല്പത്തിനനുസരിച്ചിലേക്ക് ഇത് അർജുൻ ഒരുപാട് ഇതിനെ മാറ്റി ഈ ഒരു ലെവലിൽ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഡിസൈൻ ചെയ്ത അർജുൻ തന്നെയാണ്. പിന്നെ ബാക്കി എല്ലാ ടീമും അത് എസ്റ്റിമേഷനിലായാലും മൊത്തത്തിൽ അഗാക്കിൻ്റെ ഒരു നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീട് ഹൗസ് വാമിങ് ടൈമിൽ തന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇത് എവിടെയാണ് ചെയ്തത്, ആരാണ് വർക്ക് ചെയ്തത് എല്ലാം കണ്ടിട്ട് കൊള്ളാം, അങ്ങനെ കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. വീട് പ്ലാൻ വരച്ച സമയത്ത് നമുക്ക് പൂജാ യൂണിറ്റ് സെപ്പറേറ്റ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ സമയത്ത് അഗാക്കിനോട് ഇത് പറഞ്ഞപ്പോൾ അവർ നമുക്ക് ഡോറിൻ്റെ ബാക്കിലായിട്ട് അതിന് നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് മിനിമലായിട്ട് എന്നാൽ നല്ല ലുക്കായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവർ TV ഏരിയ ആണെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വലിയ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ ഗ്രാൻഡ് ലുക്കായിട്ടുള്ളതും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ നമുക്ക് നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ച് തന്നെ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഈ പാർട്ടീഷൻ്റെ കാര്യം വരുമ്പം ഞങ്ങൾക്കൊരു പാർട്ടീഷൻ വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതും വളരെ സിമ്പിളായിരിക്കണം, ഒരു വലിയ പാർട്ടീഷൻ പോലെ ആകരുത്. അങ്ങനെ ശരിക്കും അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കോർട്ട്യാർഡ്, ഒരു ഭംഗിയുള്ള കോർട്ട്യാർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അകത്തൊരു ബുദ്ധ സീറ്ററും ഉണ്ടായിരുന്നു. അവർ അഗാക്കുകാർ അത് നന്നായിട്ട് വർക്ക് ചെയ്ത് തന്നു. വളരെ ഭംഗിയുള്ളൊരു കോർട്ട്യാർഡാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഞങ്ങൾക്ക് ഒരു ക്രോക്കറി യൂണിറ്റ് വേണമെന്നുണ്ടായിരുന്നു. അപ്പം അതും വളരെ വലിയൊരു ക്രോക്കറി യൂണിറ്റ് ഒന്നും വേണ്ടായിരുന്നു, ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ക്രോക്കറി യൂണിറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ക്രോക്കറി ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ റൂമുകളെ പറഞ്ഞാൽ വാർഡ്രോബ്, ഇപ്പോൾ വാർഡ്രോബ് ആയാലും ശരിക്കും വളരെ സിമ്പിളും എന്നാൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള വാർഡ്രോബുകളാണ്. 4 ബെഡ്റൂമുകളാണുള്ളത്. എല്ലാ ബെഡ്റൂമുകളിലും വളരെ മനോഹരമായിട്ടും എന്നാൽ നല്ല സ്പേസൊക്കെ ആയിട്ടുള്ളതും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാർഡ്രോബാണ് അഗാക്ക് ചെയ്തു തന്നിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് കിച്ചണാണ്. നമ്മുടെ പ്ലാൻ വരച്ചപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ സ്പേസ് ആയിട്ട് കിച്ചണാണ് വന്നത്. പക്ഷേ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്ത രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. ബേസ് ക്യാബിനായാലും വോൾ ക്യാബിനായാലും ലോഫ്റ്റ് ആയാലും നന്നായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. മാക്സിമം എനിക്ക് ഉള്ള സ്പേസിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഈ കിച്ചൺ പാചകം കഴിഞ്ഞ ശേഷം നമുക്ക് പാത്രങ്ങളൊന്നും വെളിയിൽ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഉള്ളിൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കിച്ചൺ മാക്സിമം നീറ്റായി തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് അഗാക്കിൻ്റെ വർക്കിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ അഗാക്കിൻ്റെ വർക്കിൽ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ വളരെ മനോഹരമായിട്ടാണ് എല്ലാം അവർ ഇൻറ്റീരിയർ വർക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിപ്പോൾ ബെഡ്റൂം ആയാലും പാർട്ടീഷനായാലും ക്രോക്കറി ആയാലും കിച്ചൺ ആയാലും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കോർട്ട്യാർഡ് തന്നെയാണ്.
വളരെ മനോഹരമായിട്ടാണ് അവരിവിടെ ചെയ്തു തന്നിരിക്കുന്നത്. അതിൽ ആ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഇതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പം പേഴ്സണലി ഞാൻ ആർക്കെങ്കിലും സജക്ഷൻ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഇനി ഞാൻ അഗാക്കിനെ ആയിരിക്കും. കാരണം ആ വർക്ക് അത്രത്തോളം നല്ലതായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് ഞാൻ അഗാക്കിനെ തന്നെ ആയിരിക്കും സജക്ഷൻ ചെയ്യുന്നത്.